നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. ദയവായി എന്നെ വെറുതെ വിടണം. വെറുതെ വിടാം. പക്ഷേ സ്റ്റോർ റൂമിലെ അലമാരയുടെ താക്കോല് ആ ബ്രഹ്മാനന്ദന്റെ അരയില് തൂങ്ങിക്കിടപ്പുണ്ട്. അത് താൻ അടിച്ചു മാറ്റി തരണം. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും തരാം മേഡം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ചേച്ചിക്ക് എവിടുന്ന് കിട്ടി ഈ തന്റേടൊക്കെ? പലരും അങ്ങനെ ചോദിക്കുന്നു. ഈ തന്റേടെന്ന് പറഞ്ഞ എന്താ? ഇങ്ങനെ ഉണ്ടടിച്ചു മാറ്റാൻ വരുന്നതാ? എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ സാറന്മാരെ. വലിയ ഉപകാരം. ചെല്ല്. ഇതിലിപ്പോ ഏതാ? ഷെൽഫിന്റെ മുകളിൽ സീൽ ചെയ്ത നിലയിൽ ഒരു കവറിനുള്ളിൽ ഉണ്ടാവും ആ റിവോൾവർ. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ 2 ബുള്ളറ്റുകൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന് ഇപ്പത്തെ തേട്ടിന് ബോധ്യപ്പെട്ടല്ലോ. നീ വിചാരിച്ച ഫലമാണല്ലോ ഇതല്ല. പരിഹാരവും ഞാൻ തന്നെ കണ്ടില്ലേ. ഈ പരിഹാരത്തിന് പിന്നാലെ ഇനി ആരൊക്കെ വരുമെന്ന് ആർക്കറിയാം. ദത്തേട്ടൻ അതോർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. നിലവിലെല്ലാം സേഫ് ആണ്. അതെ, ഞങ്ങൾ ഒന്നിച്ചപ്പോ അത്ഭുതങ്ങൾ ഉണ്ടായത് കണ്ടില്ലേ. കർത്താവേ. അയ്യോ, നിങ്ങൾ രണ്ടിനെ പോലീസിലെടുത്തോ? എടുത്തല്ലോ. ഒരു അരമണിക്കൂറായി. സബ് ഇൻസ്പെക്ടർ ആത്മജ ഉമാദത്തൻ, സബ് ഇൻസ്പെക്ടർ പൂജ ആദിത്യൻ. വെടിവെക്കാനുള്ള പെർമിഷൻ വാങ്ങിക്കായിരുന്നു ഞങ്ങള്. ഉള്ളതാണോ സാറേ ഇത്? എന്താ ഗോമതി ചേച്ചി, എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്നാ ചേച്ചി ചെല്ല്. എന്താ കാണിക്കുന്നേ? അമ്മേ, ഇനി എന്താ നിന്റെ ഉദ്ദേശം? നീ തോക്കതാ. അമ്മി പൊട്ടും. ഉദ്ദേശമൊന്നുമില്ല. അമ്മേ, മാറ്റിപ്പിടി. നീ തോക്കിയ കളിക്കല്ലേ. അയ്യോ, പൊട്ടുന്ന്. അമ്മി,
അയ്യോ, ഈശ്വര ചതിച്ചോ? ആമി നീ ചുമ്മാ പൊട്ടുവത്. അയ്യോ അയ്യോ ട്ടോ. അയ്യോ. അയ്യോ ഇനി ദത്തേട്ടൻ ഇതകത്ത് കൊണ്ടുവച്ച് പൂട്ട്. കാലത്ത് സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ? നിയമവിരുദ്ധമായ കാര്യം നിങ്ങളെ കാണിച്ചേ. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ദത്തേട്ടൻ ഇനി അത് വിട്ടില്ലേ? നിയമവിരുദ്ധതയും ഉത്തരവാദിത്വം ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന്റെ ഫുൾ റിസ്ക് ഞങ്ങൾ ഏറ്റെടുത്തു. ഇനി അഥവാ ഇതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ. അല്ലേ പൂജ? ഉവ്വേ. വാ പോവാം. എന്റെ ഈശ്വര, ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. എന്റെ ഭഗവാനെ, എല്ലാം അറിയുന്ന നിന്നോട് ഞാൻ എന്താ പറയണ്ടേ? ഈ പരിമിതമായ ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെയാ ചെയ്ത് തീർക്കണ്ടേ? ചെയ്തു പോയ തെറ്റുകളെല്ലാം തിരുത്തണ്ടേ? ഞാൻ മൂലം വേദനിച്ചവരോടൊക്കെ മാപ്പ് പറയണ്ടേ? അതിനൊക്കെ അപ്പുറം എന്റെ കുഞ്ഞിനെയും ദത്തേട്ടനെ സേഫ് ആക്കണ്ടേ? ഞാനൊരു തീരുമാനം എടുത്തു. കുഞ്ഞിനെ പൂജ ഏൽപ്പിക്കാം. ദത്തേട്ടനെ സുജാതയ്ക്ക് കൈമാറാം. നിനക്ക് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കെന്ത് വിരോധം? തീരുമാനമെല്ലാം നിന്റേതല്ലേ? നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക. അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാനാ? മതി, അത് മതി. അത്രയൊന്ന് എനിക്കറിഞ്ഞാൽ മാത്രം മതി. എല്ലാത്തിനും ബലം തന്ന് ഞാൻ മരിക്കുന്ന ദിവസം വരെ അങ്ങെന്റെ കൂടെ നിൽക്കണം.